വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് എക്സാം എടുത്താണ്ട് ഒരു വേറെ പോവാണ്. നമ്മളെ ബസ്സുണ്ട്, പമ്പിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോവാണ്. അപ്പോൾ പമ്പക്ക് എന്തിനാ പോകണമെന്ന് ചോദിക്കുന്നവരോട് വേറെ എന്തിനല്ല ഗൈസ്, ചെറിയ പരിപാടി ഉണ്ട്, അതിന് വേണ്ടിയാണ് നമ്മൾ പമ്പക്ക് പോകണേ. വേറെ എന്തല്ല ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ട്രിപ്പ് അതിന് വന്ന് നമ്മളെ പീക്കച്ചു വർക്കൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളെ പമ്പിലാണ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നാളെ പോയാണ്ട് നമ്മളെ ചെറുക്കനെ പോയി എടുക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് നേരെ പമ്പ് പോയിട്ട് കാണാം. സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പറയാനില്ലെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ നമ്മൾ ഈ ഒരു വണ്ടി എടുത്ത ഫസ്റ്റ് ഓണറിൻ്റെ ഓണറാക്കി മാറ്റിയ വണ്ടി ഇതാണ് ഗൈസ്. സംഭവം ഞാൻ പറയാൻ നല്ല കാര്യം വേറെ ഒന്നുമില്ല ഗൈസ്. ഇത് ഞാൻ ഓണറായിട്ട് കമ്പനി ആയപ്പോൾ ഓണർ നമ്മൾ പറഞ്ഞാണ്. ഏതായാലും ഫസ്റ്റ് ഓണർ നമ്മൾ നല്ല കമ്പനി ആയിട്ടുണ്ട്. അല്ല നമുക്ക് നേരെ നമ്മളെ ഷെഡ് കൊണ്ടിടാം, എന്നാൽ ഷെഡിക്ക് വരും എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ വഴി കണ്ടതുകൊണ്ട് നമ്മൾ പോയി കാണിച്ചു കൊടുക്കേണ്ടി വരും. ഏതായാലും നമുക്ക് നേരെ നമ്മളെ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് തന്നെ പോവാം ഷെഡിക്ക്. അപ്പോൾ ഏതായാലും നേരെ തന്നെയാണ് പോകേണ്ടി വരിക. അപ്പം നേരെ ഷെഡ് എത്തിരിക. മാമൻ എന്ന് പറയുമ്പോൾ ഒരു മച്ചൊക്കെയാണ് വയസ്സിൻ്റെ ചെറിയ മുട്ട എന്നുള്ള നിലയിൽ സഹിക്കണം. ഏതാണ് റൂബിക്കോ വരുന്നത്? എന്തായാലും കിട്ടില്ല, റൂബിക്കോ വരുന്നുണ്ട്. നമുക്ക് ഏതായാലും വണ്ടിയുടെ അടുത്ത് വരെ പോയി നോക്കാം. ഇങ്ങനെയൊക്കെ ഓടിച്ച് നടക്കുക. എനിക്ക് പറ്റിയ PS4 തന്നെയല്ലേ, PS4 ഓടിച്ച് നടക്കുക. അതായി മറ്റൊരു BS6 ഓടിക്കും വെച്ച് PS4 ഓടിച്ചാൽ എനിക്ക് പറ്റിയത് PS4 തന്നെയാണ്. ഏതായാലും വണ്ടിയുടെ ലൈറ്റൊക്കെ അടിപൊളിയാണ്. എന്നാലും വണ്ടി ഒരു PS4 ആണ്, സെഡോണാണ്. അത് കുഴപ്പമില്ല, അവർക്ക് പറ്റിയ വണ്ടിയാണ്. ഇതൊക്കെ ഇന്റീരിയർ കിട്ടുന്നൊരു വർക്ക് ചെയ്ത് ഏതാണ് വർക്ക്. നല്ല ലൈറ്റ് അടിപൊളിയാണ്. പക്ഷെ എനിക്ക് പറ്റിയ വണ്ടിയാണ്. മാമു എങ്ങനെ ഒരു ടോപ്പിക് വന്നിട്ടുണ്ടാവും കേരളം വരിക്കാറ്റില്ല. എന്തായാലും മാമ പറഞ്ഞ അങ്ങോട്ട് കയറിയിട്ടുണ്ട് ഈഗോ. എന്തായാലും കഴിച്ച നമുക്കൊരു BS6 എടുക്കും ഞാൻ പറയും. അല്ലടാ, ഞാൻ ഇന്നൊരു BS6 എടുക്കന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് അതായത് മാമനെ കൊണ്ട് വീട്ടും ഉണ്ടാക്കാം. ചില നമ്മളുടെ ഈഗോ കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യങ്ങൾ പറയാൻ പോയി. ഇത് കണ്ട കേസ് നിങ്ങൾ ഇതാണ് നമ്മളെ പുതിയ വീട്. ആക്സിഡൻറ്റിന് ശേഷം നമ്മളെ പഴയ വീട് ഞാൻ വിറ്റിട്ട് ഈ ഒരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് കേസ്. ആ ബംഗ്ലാവൊക്കെ ഞാൻ വിറ്റ് അതിൽ മാമനെ വണ്ടിയോടെ കിടക്കുന്നു, റൂബിക്കോൺ. എല്ലാവരും കിടക്കട്ടെ കേസ്. മാമൻ പറഞ്ഞ ഏതായാലും എനിക്ക് നല്ല എനിക്ക് ഹീഗോട്ടായിട്ടുണ്ട്. വണ്ടി ഞാൻ ഓടിക്കേണ്ടൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയർ നോക്കുന്നുണ്ട് കേസ്. ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞില്ല, അതാണ് കുഴപ്പം. വണ്ടി കേസ് ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞില്ല എന്ന് തോന്നുന്ന മോഡാണ്. ഏതായാലും നമുക്ക് നമ്മളെ അയൽസ് എടുത്തിട്ട് നമുക്ക് നമ്മളെ ഫ്രണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവനെ കൂട്ടി നേരെ അവിടെ നിങ്ങൾ കിട്ടുമോ നോക്കാം ഗൈസ്. ഒരു ഷോപ്പിൻ്റെ അവിടെ വന്നായിരുന്നു ഗൈസ്. അപ്പം എന്തിനാ ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ടുണ്ട്, അവനെ കൂട്ടാൻ വന്നാണ്. അപ്പം നമുക്ക് കാര്യം അവനോട് പറയാം. ഞാൻ ഇപ്പം നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. പഴയ സെഡോണിൻ്റെ ഫസ്റ്റ് ഓണറായിരുന്നു വിളിച്ചത്. അവർക്ക് ആ വണ്ടി വേണമെന്നാണ് അവർ പറഞ്ഞത്. അവർ ആ പൈസ തരാം, നീ അടുത്തൊരു ഇവിടെ ഒരു വസ്ത്രം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. BS6 ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. എന്നാലും ഒറ്റടിക്ക് കോളൊത്തെന്ന് പറഞ്ഞ പോലെ ആയി. എന്നാൽ നമുക്ക് നേരെ ഇനി അവിടെ പോയാണ്ട് അസ്ത്രം എങ്ങനെ എടുക്കാൻ കഴിയുമെന്ന് നോക്കാം. അത് നമുക്ക് സെഡോൺ കൊണ്ടുപോയി കൊടുക്കാം. അപ്പോഴാണ് നമ്മളെ മച്ചാനായിട്ട് നമ്മൾ സംസാരിച്ചിരിക്കുമ്പോഴായിരുന്നു കേസ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായി. സംഭവം എന്തല്ല കേസ്, അവർ കോൾ ചെയ്താണ്ട് പറഞ്ഞത് അവരെ ഈ ഒരു BS4 വേണം. ഞാൻ ഈ ഒരു വണ്ടി കൊടുക്കുന്ന ഫാൻസാണ്. കുറച്ച് പിള്ളേർ എനിക്കന്നെ മനസ്സോടെ കൊടുത്ത വണ്ടിയാണ്. ഇതിനുള്ള ഫാൻസ് ഉണ്ട്, വേറെ ചോദിച്ചെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്കത് കൊടുക്കാൻ നല്ല നിവൃത്തിയില്ലായിരുന്നു. ഏതായാലും ചോദിച്ചതിക്ക് അവർക്ക് തന്നെ കൊടുക്കാണ് വണ്ടി. ഏതായാലും ഇതിന് പകരം ഒരു BS6 കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ നമ്മൾ BS6 എടുക്കുകയാണ്. ഒരു ഇച്ചിരി ഒരു 10,000 രൂപ കൊടുക്കുന്നുള്ളൂ. ഏതായാലും നമുക്ക് ഓണറായിട്ട് സംസാരിക്കാം. മനസ്സോടെ കൊടുക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കുറച്ച് പിള്ളേരൊക്കെ വന്നുകൊണ്ട് ചോദിച്ച് വണ്ടി കൊടുക്കണ്ടായിരുന്നു. ഒരു വണ്ടിക്ക് പകരം വണ്ടി വേറൊരു വണ്ടി വരില്ല.
അതുകൊണ്ട് നീ കൊടുക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏതായാലും അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ നല്ല സീറ്റ് BS6 എല്ലാം ഉണ്ടാകും. ഇതെങ്ങനെ ചോദിക്കോ? നമ്മൾ ചോദിക്കില്ല. ഏതായാലും BS6 അല്ല. BS6ന്റെ കംഫർട്ട്നെസ് BS4ന്റെ കംഫർട്ട്നെസ് BS4 കിട്ടുള്ളൂ. BS6 അതിലൊരു ഇപ്പോഴും നിലവിലുണ്ടല്ലോ, പക്ഷെ BS4 അങ്ങനെ കിട്ടൂല. ഏതായാലും BS6 പർച്ചേസ് വേണ്ടി എടുത്താൽ കിട്ടാമെന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല. ഏതായാലും നിങ്ങളെ കൊണ്ടിക്കോളൂ. ശരിയാണ്, ഈ വണ്ടിക്ക് BS4ൻ്റെ കംഫർട്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നമില്ലാത്ത വണ്ടിയാണ്. പിന്നെ ഇതിന് ലൈറ്റാണ്, ലൈറ്റ്, ഒരു രക്ഷമില്ലാത്ത ലൈറ്റാണ്. ക്യാമറ എല്ലാം കൊടുക്കാൻ മനസ്സിലാത്തൊരു വണ്ടി എന്ന് തന്നെ പറയുള്ളൂ. ഏതായാലും എനിക്ക് ഈഗോ അടിച്ചു പോയി, അതാണ് പ്രശ്നം. അങ്ങനെ കിടക്കുന്ന കേസ് BS6 അത്ര അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല നമുക്ക് കാരണമുള്ളൂ കേസ്. പിന്നെ നെയിം ബോർഡ് ഉണ്ട്, അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നെയിം ബോർഡ് ഇപ്പോൾ ഡാർക്ക്നെസ് ആയതുകൊണ്ട് കിടക്കുകയാണ്. നമ്മളെ ഊരുന്ന് കാണാം. പിന്നെ ബാക്ക് സെറ്റോണാണ്, ഞാൻ മുന്നിലേക്ക് എടുത്തിട്ട് കാണിച്ചാൽ കഴിച്ചു. പിന്നെ വണ്ടിയിൽ ലൈറ്റൊക്കെ വേറെ ലെവലാണ്. നമുക്ക് വണ്ടിയിൽ ക്യാബിൻ സൈഡ് നമുക്ക് നോക്കണം. അടിപൊളിയാണ്. കിട്ടിയെല്ലാം ക്യാബിനൊക്കെ വണ്ടിക്ക് തന്നതിന് സന്തോഷം എന്ന് പറയുന്നത് അവരോട്. ഏതായാലും ഈ ഒരു വണ്ടി നമുക്ക് സ്വന്തം എന്ന് തന്നെ പറയാറ് കേസ്. അതായത് അവരുടെ ഷെഡ് അടിപൊളിയാണ് കേസ്. ഇത്രയും വലിയ ഷെഡാണ് അവർക്കുള്ളത് കേസ്. ഈ ഒരു വണ്ടി നമ്മൾ വർക്ക് ചെയ്ത് സീനായിട്ട് ഇറക്കും. ഇനി നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ മുന്നിൽ കൊണ്ടുപോയിട്ടാണ്, മാമൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ടാണ് കേസ്. മാമനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ മാമൻ ബാക്ക് കണ്ടുകൊണ്ട് എന്താണ് പറയാന്ന് പറയില്ല. അതുകൊണ്ട് നമ്മൾ മാമനെ വിളിച്ചിട്ട് നമ്മളെ ഷെഡിലാണ് ഇപ്പം അല്ലേ സ്റ്റിക്കർ വരച്ചേ എല്ലാം. ഞാൻ ഈ പറഞ്ഞിട്ട് സ്റ്റോറി ഞാൻ എൻ്റെ ശീലമാണ്. അത് ഞാൻ പറഞ്ഞോണ്ട് സോറി കേട്ടോ. BS6 അപ്പനെ പോയിട്ടോ, സോറി അങ്ങനെ പറഞ്ഞു വന്നത്. ഇനി ചിപ്പനെ പോയി ഇവിടെ എനിക്ക് സീനാവും. അത്രയോ പുള്ളിയാട്ടോ പറഞ്ഞപ്പോൾ എനിക്ക് ഈഗോട്ടെ ഈ മാമനോട് താങ്ക് യു ഞാനാണ് പറയേണ്ടത്. എന്നാ സോറി, കാരണം താങ്ക് യു എന്നാണ് ഞാൻ പറയേണ്ടത്. കാരണം മാമൻ പറഞ്ഞിട്ടാണ് എനിക്കിപ്പോൾ ഒരു അസ്ത്രം കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു ഭാഗത്ത് തന്നെ തിന്നോക്കില്ല. ഞാൻ ഫസ്റ്റ് ഓണർ പറഞ്ഞുകൊണ്ട് അങ്ങനെ കിട്ടി. ഏതായാലും ഒരു അസ്ത്രം കിട്ടാനൊരു ഭാഗ്യം കിട്ടിയാണ്. ഏതായാലും നമുക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെല്ലുകയാണ്. അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ചെറുക്കനെ ഫുൾ മാർക്ക് കംപ്ലീറ്റ് ആക്കി ഇറക്കും. അടുത്ത വീഡിയോ കാണാം. ബൈ.